ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചായ മൻസ എന്നൊരു ചീരയാണിത്. നല്ല ടേസ്റ്റാട്ടോ. അപ്പോൾ ഈ ചീര വീട്ടിൽ കുറേ ഉണ്ട്. വേലിച്ചീര എന്നും എല്ലാവരും പറയും. അപ്പോൾ എൻ്റെ വേലിയിൽ കുറച്ച് അധികമായത് കാരണം ഞാൻ അതിനെ കട്ട് ചെയ്തിട്ട് ഒരു തോരൻ ഉണ്ടാക്കാൻ പോവുകയാണേ. ആ തോരൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, നിറയെ ഇലയുണ്ട്, നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ തളിരലയിൽ നല്ല ടേസ്റ്റാണ്. കൊളസ്ട്രോളും ഷുഗറൊക്കെ പോകുന്ന പറയാറ് എല്ലാവരും. വീട്ടിൽ ഒരുപാടുണ്ട്. കുറച്ച് കട്ട് ചെയ്തിട്ട് ഞാൻ ചീരത്തോരൻ ഉണ്ടാക്കാൻ പോവാണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ ഇലയിലൊരു കട്ടുണ്ട്, ഒരു തരം ഒരു പശ പോലെ. അപ്പോൾ അത് കാരണം നമുക്ക് മൂടി വെച്ച് വേവിക്കാൻ പറ്റില്ല. ഇതേ അതിനെ കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇതിനെ നമ്മൾ ഇനി വെള്ളത്തിലിട്ട് തിളപ്പിക്കണം. കഴുകിയിട്ട് നന്നായിട്ട് വെള്ളത്തിൽ അങ്ങോട്ട് ഇട്ട് തിളപ്പിക്കുക. നന്നായി വേവാണ്ട്. ഇതിൻ്റെ കട്ട് മൂടി വെക്കരുത്. മൂടി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇതിൻ്റെ ആ കട്ട് അതിനകത്ത് തന്നെ കിടക്കും. അപ്പോൾ അത് തിളച്ച് ഊറ്റിയെടുക്കണം. നമ്മൾ നല്ലോണം തിളപ്പിക്കണം. തിളച്ച് വരുന്നുണ്ട്, കണ്ടോ? ഇത് നന്നായി തിളച്ച് അതിനെ ഊറ്റിയെടുക്കണം. നല്ല ടേസ്റ്റാണ്. അതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങ, അതേപോലെ ചെറിയ ഉള്ളി, പച്ചമുളക്, വെളുത്തുള്ളി. ഓക്കെ, ആദ്യം നമ്മൾ ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിച്ചിട്ട് കടുക് ഇടുക. കടുക് പൊട്ടിയതിന് ശേഷം ഉണ്ടല്ലോ, നന്നായി പൊട്ടിയ ശേഷം ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും അരിഞ്ഞ് വെച്ചത് ഇട്ടിട്ട് മിക്സാക്കി വയ്ക്കുക. ഓക്കെ, ഞാൻ വീഡിയോ എടുത്തിട്ട് വോയിസ് ഇടുക കേട്ടോ. അതാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, അത് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കണം കേട്ടോ. അതിന് എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ ഞാനത് നിങ്ങൾക്ക് അയച്ചു തരികയാണ്. ഓക്കെ, ഒരു മിനിറ്റ്. അങ്ങനെ അത് നന്നായി വെന്തു കേട്ടോ. അത് നന്നായിട്ടൊന്ന് ഇതായ ശേഷം നമ്മൾ തേങ്ങ ഉണ്ടല്ലോ അത് ഒന്ന് ചതച്ചിട്ടുണ്ട്, ചെറുതായിട്ട് മിക്സിയിലൊന്ന് അടിച്ചിട്ട് അതിലിട്ട് മിക്സാക്കുക. മിക്സാക്കിയിട്ട് നല്ലോണം മിക്സാക്കുമ്പോൾ ഒരു മണം വരും കേട്ടോ. ഞാൻ വീഡിയോസ് എഡിറ്റ് ചെയ്യുന്നത് ഇൻഷോട്ടിലാണ്. ഓക്കെ, എന്നിട്ട് അതിൽ നമുക്ക് ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണേ. ഇത് ഇളക്കി ഒരു ലെവലാകുമ്പോഴേക്കും വീണ്ടും നല്ലൊരു സ്മെല്ല് വരും. എന്നിട്ട് അത് നല്ല യോജിച്ച ശേഷം നമ്മൾ ഈ ചായ മൻസയുടെ ചുടുവെള്ളത്തിൽ വേവിച്ച് വെച്ചിട്ടുണ്ടല്ലോ, ആ സാധനം നമ്മളിതിൽ ആഡ് ചെയ്യണം. അത് ഊറ്റിയത് അതിൽ ആഡ് ചെയ്യണം. അതിൽ ആഡ് ചെയ്തു കേട്ടോ. എന്നിട്ട് അതൊന്ന് ഇളക്കണം. എനിക്ക് ഫോൺ പിടിക്കാനൊന്നും ആളില്ലാത്ത കാരണം ഞാൻ തന്നെ പിടിക്കണ്ടേ, അത് കാരണം കേട്ടോ. എന്നിട്ട് അതിനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഓക്കെ, ഇളക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ്. അത് നമ്മളിത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മുരിങ്ങയിലൊന്നും അങ്ങനെ കഴിക്കില്ല കേട്ടോ. അതിന് അത്രയും ടേസ്റ്റാണ്. ഇതിനെ പരിപ്പ് കറി ഉണ്ടാക്കും ചെയ്യാം. അതിൻ്റെ വീഡിയോസ് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, ഇതപ്പോൾ നല്ല ലെവലായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ എൻ്റെ ചീരത്തോരൻ, ചായ മൻസ ചീരത്തോരൻ റെഡി. ഓക്കെ, നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി. ഈ ചായ മൻസ എന്ന് പറഞ്ഞാൽ നല്ലതാണെന്ന് എല്ലാവരും പറയണം. ഞാൻ ആദ്യം കഴിക്കുമ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, പിന്നെ കഴിച്ചപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് ചോറും കൂടുതൽ ചീരത്തോരനായിട്ടാണ് എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കോ കമൻറ്റോ തരിക. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബായ്.